ഹലോ മക്കളെ, ആതിര മിസ് ആണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ എക്സാം ഇതാ ഇങ്ങ് അടുത്തു അല്ലേ? നമുക്ക് നല്ല മാർക്കോടെ തന്നെ നമുക്ക് പാസ്സാവണം. എല്ലാവരും ആഗ്രഹം അതാണല്ലോ. യെസ്, മിസ്സിന്റെ ആഗ്രഹം തന്നെയാണ്. എൻ്റെ മക്കളെ എല്ലാവരും നല്ല മാർക്കോടെ തന്നെ പാസ്സാവണം. യെസ്, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ദിവസം ഇവിടെ ലൈവ് തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എജുപോർട്ട് നിങ്ങൾക്ക് ലൈവ് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാക്സിമം എജുപോർട്ടർ യൂസ് ചെയ്യുക, ലൈവുകളിലൊക്കെ ജോയിൻ ചെയ്യുക, ക്ലാസ്സസ് കാണുക. അതേപോലെ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാനാണ് ഇവിടെ ഓരോ ടീച്ചേഴ്സും ഉള്ളത്. ഒരു മടിയും കൂടാതെ നിങ്ങൾ അവരോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ നമ്മൾ വേഗം നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണടാ? ജീവചരിത്ര കുറിപ്പാണ് അല്ലേ? നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താ? ജീവചരിത്ര കുറിപ്പ്. അപ്പം എങ്ങനെയാണടാ ജീവചരിത്ര കുറിപ്പ് എഴുതുക? എന്താണ് ജീവചരിത്ര കുറിപ്പ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ഈ ജീവചരിത്ര കുറിപ്പ് എന്നുള്ളത്? മക്കളെ, ജീവചരിത്ര കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ജീവചരിത്ര കുറിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ എഴുതുന്നതിനെയാണ് ജീവചരിത്ര കുറിപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ? ഈ ആത്മകഥയും ജീവചരിത്ര കുറിപ്പും മാറാനുള്ള ചാൻസ് കൂടുതലാണ്. ആത്മകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ കഥ എഴുതുന്നതിനെയാണ് ആത്മകഥ എന്ന് പറയുന്നത്. ജീവചരിത്രം എന്ന് പറഞ്ഞാലോ നമ്മൾ മറ്റുള്ളവരുടെ കഥ പഠിച്ച് എഴുതുന്നതിനെയാണ്. ഓക്കെ, അത് തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിയാലോ? യെസ്, വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഖണ്ഡികകളാക്കി എഴുതുക. ആ ഒരു വ്യക്തിയെ, നിങ്ങളോട് ആരെ കുറിച്ചാണ് ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതാൻ പറയാന്ന് അറിയില്ല. കാരണം പല ആൾക്കാരെ നമ്മൾ ഒരുപാട് പരിചയപ്പെട്ടു. നമ്മൾ ഓരോ പാഠഭാഗം പഠിക്കുമ്പോഴും ആ പാഠഭാഗം ആരുടേതാണെന്ന് വ്യക്തമായി പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ? അതിൽ ചിലപ്പോൾ ഒരാളായിരിക്കാം. അപ്പൊ അത് എഴുതുമ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് എഴുതേണ്ടത് എന്നുള്ളതാട്ടോ മിസ് പറഞ്ഞു തരുന്നത്. വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഖണ്ഡികകളാക്കി എഴുതുക. നിങ്ങളുടെ കാഴ്ചപ്പാടുകളും വായനാനുഭവങ്ങളും ഉൾപ്പെടുത്തുക. തുടക്കവും അവസാനവും ആകർഷകമാക്കുക. അത് വായിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിലും അതേപോലെ തന്നെ അവസാനത്തിലും നല്ല എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടതെന്ന് പറയുന്നുണ്ട്. അക്ഷരത്തെറ്റുകൾ കൂടാതെ എഴുതുക. അക്ഷരത്തെറ്റ് കൂടാതെ എഴുതണം കേട്ടോ. കാരണം നമ്മൾ മലയാളം അക്ഷരത്തെറ്റ് വന്നു കഴിഞ്ഞാൽ സീനാണ് അല്ലേ? യെസ്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കഴിയുന്നതും അക്ഷരത്തെറ്റില്ലാതെ നോക്കുക. അക്ഷരത്തെറ്റില്ലാതെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് എഴുതി കഴിഞ്ഞ ഒരു ജീവചരിത്ര കുറിപ്പ് സെറ്റാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ? ആണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പം അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.